ഹായ് ഹലോ, ഞാനൊരു കാഴ്ച കാണിച്ചു തരാവേ. ഇത് എവിടെയാണെന്ന് അറിയുന്നവരൊന്ന് പറയണേ. ഇത് ഞാനൊരു ക്ലൂ തരാം. അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലല്ല, ഇപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് ഇപ്പോഴും ആളുകൾ പറയുന്നേക്കാം, നമുക്ക് കേരളീയർക്കേ പട്ടിണി കിടക്കാതിരിക്കണമെങ്കിൽ തമിഴ്നാട് വേണം. കാരണം അരിയും പച്ചക്കറിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്നാണ് കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർ വേണമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയും, ഞങ്ങൾ ഇടുക്കി ജില്ലക്കാരില്ലെങ്കിലേ തമിഴ്നാട് പട്ടിണിയാണടേ. നോക്കി എന്ത് വണ്ടിയാണ് കയറി വരുന്നതെന്ന് കണ്ടോ? ഇതാണ് അതിൻ്റെ ക്ലൂ. ഇനി നമുക്ക് നോക്കാവേ. ഇത് ഞാൻ രാവിലെ ഒരു 6:30 കഴിഞ്ഞിട്ട്, ഞാൻ KSRTC അങ്ങോട്ട് പോകുന്നത്. അപ്പം രാവിലെ ഒരു 6:30 കഴിഞ്ഞിട്ട് ഒരു 7:30 ഇടയ്ക്കുള്ളൊരു സമയമാണ് ഇത്. പക്ഷേ ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും എനിക്കറിയത്തില്ല. എപ്പോൾ വന്നാലും ഇങ്ങനെ കാണാം, നമ്മളെ സമയത്തൊക്കെ വന്നാലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലൊരു 5 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങുന്നതാണെന്ന് തോന്നുന്നു. 5 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി ഒരു 8 മണി വരെ ഇങ്ങനെ കൊണ്ടേയിരിക്കും വണ്ടികൾ. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ ഇത്ര ശാന്തതയെ വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളേ. ഇവിടെ അങ്ങോട്ട് കഴിയണം, നമ്മുടെ ജില്ലയിലോട്ട് കയറി കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ ഇവർ പറപ്പിക്കുവാണ്. നമ്മളെപ്പോലൊക്കെ എന്നെയൊക്കെ പോലെ വണ്ടിയൊക്കെ ഓടിക്കാൻ ഇച്ചിരി പേടിയൊക്കെ ഉള്ള ആൾക്കാരാണേലേ, നമ്മളിവർ വരുന്ന കാണുമ്പോഴത്തേക്കും വണ്ടി നിർത്തിയിട്ടിട്ട് മാറി എവിടെയെങ്കിലും നിൽക്കുമോ പറ്റുമോ എന്ന് നോക്കും. കാരണം എന്ന് വെച്ചാൽ ഇവർ നമ്മളെ തട്ടിയിട്ടിട്ട് പോയാലൊന്നും അവരറിയത്തില്ല, അവർ വായു വേഗത്തിൽ പോവുക. ഈ ഒരു കാറ്റ് മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ചിലപ്പം ഇങ്ങനെ പോകുന്നത്. പിന്നെ ഈ വൈറ്റ് കളർ അടിച്ചേക്കുന്നതുകൊണ്ട് ദൂരെ നിന്ന് കാണാം. അതാണ് ഇവരിത്ര ശാന്തതയിൽ പോകുന്നത് എവിടെയാണ്. പിന്നെ നമ്മുടെ വളവുകളൊക്കെ വന്ന് ഒരു ഓവർടേക്കൊക്കെ ചെയ്യാൻ ഇതങ്ങ് പോകും. നമ്മൾ ഇപ്പോൾ അവരുടെ ഈ വളവ് തന്നെ കാണുമ്പോൾ അറിയത്തില്ല, വളവൊന്നും അവർക്കൊരു പ്രശ്നമല്ല, അവർ ഓവർടേക്ക് ചെയ്ത് കയറി പോകും. ഇതൊക്കെ എന്ത് വണ്ടിയാണ് വരുന്നതെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സംശയം, ഇനി തമിഴ്നാട്ടിൽ ആരും ഇല്ലേടി, എല്ലാവരും ഇങ്ങനെ കയറി പോന്നു കഴിഞ്ഞാലേ അതോ ഇനി ഇടുക്കി ജില്ല തമിഴ്ക്കാർ മാത്രമേ ഉള്ളൂ? ഇതിലെന്താ സംഭവം എന്നറിയത്തില്ല. ഇനി ഇത്രയും മനുഷ്യരും കയറി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആളുകളുണ്ടല്ലോ, അപ്പോൾ ഇടുക്കി ജില്ലയിലുള്ള ആളുകളല്ലേ എങ്ങോട്ടെങ്കിലും പോയോ, അതോ ഇടുക്കി ജില്ല മുഴുവൻ തമിഴ്ക്കാരായോ, അതോ ഇനി തമിഴ്നാട്ടിലുള്ളവരെല്ലാവരും ഇങ്ങോട്ടേക്ക് കയറി പോകുന്നു, ഇനി അവിടെ ആരും ഇല്ലയോ? ഇതൊന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഭാവിയിൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ റെയിൽവേക്ക് വരെ ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും പേർക്ക് ജോലി കൊടുക്കുന്നില്ലേടേ. ഇതെവിടെയാണ് വെടികിട്ടിയ ഒരു കമൻറ്റ് ചെയ്യണേ. ഇതിപ്പം ഞാൻ ഈ വീഡിയോ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഒരു മാസം മുമ്പത്തെ വീഡിയോ ആണ്, 1 മാസത്തോളമായി. ഇപ്പം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. ഇപ്പോൾ ഈ വഴി വണ്ടിയൊന്നും ഓടുന്നില്ല. ഇത് 1 മാസം മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വണ്ടികളെല്ലാം ഇപ്പം വേറെ റൂട്ട് വഴി ഇവിടെ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്, ഞങ്ങളുടെ ജില്ലയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ വഴിയല്ലെന്നേ ഉള്ളൂ, ഇതുപോലെ വണ്ടി വരുന്നുണ്ട്. ഞാനീ പറയുന്ന ഇവന് എൻ്റെ അടുത്ത് ഇരുന്ന് മോന് ഓരോ വർക്കില്ല, അവൻ അതിൻ്റെ കമൻറ്ററി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചേച്ചിമാർ പഠിക്കുന്നതുകൊണ്ട് അവനും കുറച്ച് ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്ന് അടുത്തിരുന്ന് തന്നെ ഇരുന്ന് പറയുന്നു.